ഉപദ്വീപീയ പീഠഭൂമി സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കപ്പെട്ടിട്ടുള്ള ത്രികോണ സമാനമായ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവഘട്ടവും അരികുകളായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി. ഉപദ്വീപീയ പീഠഭൂമി സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തിരിച്ചു: ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നതതടം എന്നും. എന്താണ് ഡെക്കാൻ പീഠഭൂമി? പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്ക് ഇടയിലായി സത്പുര പർവതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. സത്പുര പർവതം, മൈക്കല നിര, മഹോദിയ കുന്ന് എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിര് ആകുന്നു. ഇനി എന്താണ് മധ്യ ഉന്നതതടം? സത്പുര പർവതനിരക്ക് വടക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് മധ്യ ഉന്നതതടം. സത്പുര പർവതനിരക്ക് വടക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് മധ്യ ഉന്നതതടം. മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ പടിഞ്ഞാറേ അരിക് ആരവല്ലി പർവതമാണ്. മാൾവ പീഠഭൂമി എന്ന് അറിയപ്പെടുന്ന മധ്യ ഉന്നതതടത്തിൻ്റെ പടിഞ്ഞാറേ അരിക് ആരവല്ലി പർവതമാണ്. മൗണ്ട് അബു ആരവല്ലി നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് അബു. കൂടുതൽ SCERT വീഡിയോകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഉപദ്വീപീയ പീഠഭൂമിയുടെ SCERT ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.